എടാ, അങ്ങനെ പറയല്ലേ. എനിക്കെപ്പോഴും നിന്നോട് സംസാരിച്ചിരിക്കണം, നിന്റെ കൂടെ ഇരിക്കണം, നിന്റെ കൂടെ ട്രാവൽ ചെയ്യണം, ഫുഡ് കഴിക്കണം, ഒരുമിച്ച് കിടക്കണം, ഉറങ്ങണം, കിടന്ന് ഉരുളണം, അങ്ങനെയൊക്കെ തന്നെ ആഗ്രഹം. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ. എനിക്ക് പ്രോബ്ലം ഇല്ല, എനിക്കും പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മളെ വിഷയം വീട്ടിൽ അവതരിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വീട്ടിൽ അവതരിപ്പിക്കാത്തിടത്തോളം ഞാൻ ചെയ്യുമ്പോൾ അവരൊരു നിരീക്ഷണത്തിലാവും. പിന്നെ എൻ്റെ ഫോൺ കോൾസ് ശ്രദ്ധിക്കും, ഞാൻ എവിടെ പോകണ ശ്രദ്ധിക്കും, എൻ്റെ എല്ലാ മൂമെൻറ്റ്സും അവർ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കാഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. വേറൊന്നും വിചാരിക്കണ്ട, തെറ്റണ്ട. മറ്റന്നാളെ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ തെറ്റൊക്കെ ഞാൻ തിരുത്തും. എന്താ വേണ്ടത്? ഒരു ഡീപ്പ് കിസ് തരാം, നെറ്റിന് കവിളത്ത് ഉമ്മ തരാം, അല്ലെങ്കിൽ നമുക്കൊരു നല്ല ചോക്ലേറ്റ് വാങ്ങിയിട്ട് 2 പേർക്കും ചുണ്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആ ചോക്ലേറ്റ് കടിച്ചോണ്ട് ചോക്ലേറ്റ് 2ആൾക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വായോണ്ട് ഷെയർ ചെയ്തുകൊണ്ട് ലിറ്റൊക്കെ എന്താ പറ്റൂലേ? പെച്ചർമാരോ നല്ല ടൈറ്റായിട്ട് ഹഗ് ചെയ്യണം. വേണമെങ്കിൽ ചെറുതാറിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയ്യൊക്കെ ഇട്ട് വയറുമ്മലൊക്കെ പിടിക്കാം. പക്ഷെ ശ്രദ്ധിക്കണം, അത് കൺട്രോൾ വിട്ട് പോവാൻ പാടില്ല. എനിക്ക് എന്നെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ കഴിയും, പക്ഷെ എനിക്ക് കഴിയൂല. ഞാൻ പെട്ടെന്ന് മൂടായി പോകും. എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് കെട്ടിപ്പിടിക്കണം, വരണം, ആ ചെവിമേലൊക്കെ ഒന്ന് കടിക്കണം എന്നൊക്കെ കരുതിയിട്ടാവും. പക്ഷെ പിന്നെ അപ്പുറപ്പുറമൊക്കെ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ വല്ലാതെ ആക്രാന്തം കാട്ടി ചെയ്യാൻ കഴിയൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കണം. എന്താണെന്നറിയില്ല, ഈ രാത്രി വന്നു പോയി കഴിഞ്ഞ് പിറ്റത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അടുത്തില്ലാതാവുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീല്. ഇപ്പം 4-5 ദിവസമായില്ലേ കണ്ടിട്ട്. ഇനി വെള്ളിയാഴ്ച ആവണം കാണണമെങ്കിൽ. എന്താടാ എന്നോട് പണക്കത്തിലാവല്ലേ? ഈ പറയുന്ന സമയത്തൊക്കെ ഞാൻ ഓക്കെ അല്ല. പിന്നെന്താ, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഇവിടെ ആൾക്കാർ സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനും ഈ പറഞ്ഞ ലെവലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇതുകൊണ്ടല്ലേ. കേട്ടോ, സോറി, ലവ് യു. എന്നാ എൻ്റെ അടുത്തേക്ക് വരണേ? ശനിയാഴ്ചയോ ഞായറാഴ്ചയോ? അന്ന് ഏത് പൊസിഷനാണ് വേണ്ടേ? പറ, ഞാൻ ഏതിനും ഓക്കെയാണ്. ഈ പറഞ്ഞാൽ മതി കേട്ടോ. അതോ ഞാൻ മേലെ കയറിയിരിക്കണോ? നമുക്ക് ഗൺ പൊസിഷൻ ആക്കാം, അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇരുന്നിട്ടുള്ള പൊസിഷൻ നോക്കാം, അത് നല്ല സൂപ്പറാണെന്നാ പറഞ്ഞ്. അതാക്കിയാലോ? അതാവും നല്ലത് കേട്ടോ. ഒന്നും അറിയണ്ട, ഞാനെല്ലാം മാനേജ് ചെയ്തോളാം. ഈ വരുമ്പോൾ ഒരു സാധാ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് മാത്രം കൊണ്ടുവന്നാൽ മതി. എനിക്ക് വേറൊന്നും വേണ്ട, ബാക്കിയൊക്കെ ഞാൻ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്തുകൊണ്ട് കേട്ടോ. സെറ്റല്ലേ? പ്ലീസ് ലവ് യു.
മതിയോ? പിണങ്ങല്ല കേട്ടോ. ഒന്നും റെസ്പോണ്ട് ചെയ്യാത്തോണ്ട് ഒരു ഇടങ്ങേറ്, ഭയങ്കര ഒരു പ്രയാസം മനസ്സിക്ക്. ഒരു എന്തൊക്കെയോ ഭയങ്കര പ്രയാസം. ഈ വെറുതെ ചാട് കേട്ടോന്നൊക്കെ എനിക്കറിയാം, എന്നാലും എന്തോ പോലെ തോന്നുന്നു. അപ്പൊ എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ. ഞാൻ സോറി പറഞ്ഞു, ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്യാന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ഒന്ന് വിളിക്കും. എനിക്ക് ശബ്ദമൊന്ന് കേൾക്കാനോ പ്ലീസ്.